ഹലോ നമസ്കാരം ഗായ്സ്. വിരസമായ ഒരു വാരാന്ത്യം സരസമാക്കാൻ നടത്തിയ ഒരു ഹത്ത യാത്രയുടെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ സുബീഷ് വാസ്തവൻ, കൂടെ എൻ്റെ ചങ്കുപിടികളായ അഫ്താബ്, സൂരജ്, സോംബിറ്റ, പിന്നെ എൻ്റെ സ്വന്തം ക്യാപ്റ്റീവായി. UAE ഒമാൻ ബോർഡറിൽ ഹജാർ മലനിരകൾക്കിടയിലുള്ള ഹത്ത അബുദാബി സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 260 കിലോമീറ്ററോളം ദൂരം കേട്ടോ. അതായത് ഏതാണ്ട് 2.5 മണിക്കൂർ യാത്രാ സമയം. നമ്മുടെ യാത്ര തുടങ്ങുന്ന കാലത്ത് 6:30 അബുദാബിയിലെ പൈനാപ്പിൾ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. ഈ ബിൽഡിങ്ങിന് പൈനാപ്പിൾ ബിൽഡിംഗ് എന്ന് വിളി വരാൻ കാരണം പൈനാപ്പിളിൻ്റെ തൊലിപ്പുറം പോലുള്ള ഇതിൻ്റെ ക്ലാഡിംഗ് ആണ്. സത്യത്തിൽ ആ കാണുന്ന ക്ലാഡിങ്ങുകളെല്ലാം സോളാർ പാനലുകളാണ്. അത് സൂര്യപ്രകാശത്തിനനുസരിച്ച് തുറക്കുകയും അടയുകയും ചെയ്യും. അതായത് സൂര്യരശ്മി പതിക്കുന്ന സമയത്ത് ഇത് അടഞ്ഞിരിക്കുകയും സൂര്യരശ്മി ഇല്ലാത്ത സമയത്ത് അത് തുറന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ യാത്ര അബുദാബി സിറ്റി നമ്മുടെ കൂട്ടുകാരെ എടുത്തിട്ട് ഇങ്ങനെ പറക്കാണ്ട 120 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അബുദാബിയിൽ നിന്ന് നേരെ സൊയ്ഹാൻ റോഡ് വഴി അലൈൻ്റെ അൽഹായർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് സൊയ്ഹാനിലൊന്ന് നിർത്തി. അവിടെ ഏതാണ്ട് 1 മണിക്കൂറോളം നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഇടയ്ക്ക് അഫ്താബ് എൻ്റെ ഡ്രൈവിങ് വീഡിയോ എടുക്കണ്ട. ഒപ്പം പുറകിലിരുന്ന് ഉറങ്ങുന്ന സൂരജിനെയും ടാറ്റ തരുന്ന സോമിറ്റേനെയും അവൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നോർത്ത് ഇന്ത്യൻസാണ്. അഫ്താബ് പാകിസ്ഥാനി. ഞങ്ങളിറങ്ങി ഭയങ്കര ചങ്ക് കടീസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൊയ്ഹാനിൽ നിന്ന് ഞങ്ങൾ അൽഹായറെത്തി. അൽഹായറിൽ നിന്ന് അലൈൻ ദുബായ് റോഡിലേക്ക് കയറിയിട്ടാണ്. ഇത് നോക്കിയാൽ 2 സൈഡും പച്ചപ്പ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഹരിതാഭയും പച്ചപ്പും. മരുഭൂമിയുടെയും റോഡിനും അടുക്കുള്ള ഈ പച്ചപ്പാർന്ന കാടുകളുണ്ടല്ലോ, ശരിക്കും കാട് തന്നെ കേട്ടോ. ഇത് ഒരു ഗ്രീൻ ബെൽറ്റാണ്. മരുഭൂമിയിൽ നിന്നുള്ള മണൽ കാറ്റടിച്ചിട്ട് റോഡിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ ബെൽറ്റാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മരങ്ങൾക്കപ്പുറം കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഒമാൻ ബോർഡറായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒമാൻ ബോർഡറിനോട് വളരെ അടുത്താണ് അൽഹായറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൽഹായറിൽ നിന്ന് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് അലൈൻ ഫുജറ റോഡ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു തീർന്നില്ല, നമ്മളപ്പോഴേക്കും അലൈൻ ഫുജറ റോഡിൽ കയറിയിട്ടാണ്. ഇത് കണ്ടോ, ഇതൊരു പുതിയ റോഡാണ്. പുതിയ റോഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. ഞാൻ ആദ്യം പോകുമ്പോൾ ഒരു 10-12 വർഷങ്ങൾക്ക് മുന്നേ ഈ ഹത്തയിലേക്ക് പോകുമ്പോൾ ഇതുവഴി തന്നെയാണ് പോയതെങ്കിലും ഈ റോഡ് നിലവിലുണ്ടായിരുന്നില്ല. പഴയ റോഡ് ഇവിടെ നിന്ന് നേരെ മദാം എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് മദാമിൽ പോകണ്ട, നേരെ നമുക്ക് ഫുജേറ റോഡ് വഴി പോവാം. ഈ പുതിയ റോഡ് വന്നപ്പോൾ കുറേ സമയം ലാഭം ഉണ്ടായി നമുക്ക്. അപ്പോൾ നോക്കിയാൽ റൈറ്റ് സൈഡിൽ കാണുന്ന മലനിരകൾ കണ്ട, അതൊക്കെ ഒമാനിലാണ് കേട്ടോ. ഒമാൻ്റെ ബോർഡറാണേ. നമ്മളിപ്പോൾ ഒമാൻ്റെ ബോർഡറിൻ്റെ അടുത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ റോഡ് ഗംഭീരമായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ആ റോട്ടിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ ആരുമില്ല. അതിരാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. മാത്രമല്ല ടൂറിസ്റ്റ് സീസൺ ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ മദാമിൽ നിന്ന് ഹത്തയിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇൻ്റർചേഞ്ചിലെത്തി. പണ്ട് കാലത്ത് ഇത് കൂടെയായിരുന്നു ഹത്തയിലേക്ക് പോയിരുന്നത്. ഇതും എളുപ്പവഴിയാണ്, ഇപ്പോഴും നമുക്ക് പോകാം. പക്ഷേ നമുക്ക് 2 ബോർഡർ ക്രോസിംഗ് ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം നമ്മൾ ഒമാനി കൂടെയാണ് കടന്നു പോകുക. ഒമാൻ എൻട്രൻസിൽ നമുക്ക് 60 ദിർഹംസ് ഫീസ് ഉണ്ട്, 2 സൈഡിലേക്ക് 120. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. അപ്പോഴാണ് ഒട്ടകങ്ങളെ കാണുന്നത്. സൂരജ് നമ്മുടെ ബൈനാക്കുലറൊക്കെ വെച്ച് ഒട്ടകങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും മരുഭൂമി, വീണ്ടും ഒട്ടകം, വീണ്ടും മരുഭൂമി, വീണ്ടും ഒട്ടകം. അങ്ങനെ യാത്രകൾ മുന്നോട്ട് പോകെ നമ്മൾ ദുബായിൽ നിന്ന് ഹത്തയിലേക്ക് പോകുന്നുള്ള പുതിയ റൂട്ടിൽ കൂടെ യാത്ര ചെയ്യണേ. ഹത്ത യാത്രയുടെ അവസാന ഘട്ടത്തിലാണ്. ഹജാർ മൗണ്ടൻ്റെ നടുക്കിൽ കൂടെ പണിതിട്ടുള്ള സുന്ദരമായ റോഡ് കണ്ടില്ലേ? നമ്മുടെ നാട്ടിലെ റോഡ് പണിക്കാരൊക്കെ ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, 2 സൈഡിലും മലനിരകൾ ഇങ്ങനെ വെട്ടി ഒതുക്കിയിരിക്കുന്നത് കണ്ടോ? എന്ത് രസമായിട്ടല്ലേ? മലനിരകളിലൂടെയുള്ള യാത്ര ഇങ്ങനെ രസകരമായി മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഹത്തയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹത്തേനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് വിവരിക്കാം കേട്ടോ. ഹത്ത എന്ന് പറയുന്നത് ഹജാർ മൗണ്ടൻസിൻ്റെ ഇടയിൽ കിടക്കുന്ന ചെറിയൊരു മരുപ്പച്ച പോലുള്ള സ്ഥലമാണ്. ഇവിടെ പ്രാചീന കാലത്തുള്ള സെറ്റിൽമെൻറ്റിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം കേട്ടോ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ പറ്റുക മലമുകളിൽ പ്രതിരോധ ആവശ്യത്തിനായിട്ട് പണിതിട്ടുള്ള പൗരാണികമായ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങളാണ്. മാത്രമല്ല പഴയൊരു ഹെറിറ്റേജ് വില്ലേജും പിന്നെ മരുഭൂമിയിൽ ജലസേചനത്തിനായിട്ട് ഗുഹകളിൽ കൂടെ ജലം കൊണ്ടുവരുന്ന സംവിധാനങ്ങളും പിന്നെ പുരാതന ആൾക്കാരുടെ ശവകുടീരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പണ്ട് ഈ സ്ഥലം ഒമാൻ സുൽത്താനേറ്റിൻ്റെ അണ്ടറിലായിരുന്നു. അപ്പോഴാണ് ബുറൈമി എന്നുള്ളൊരു രാജാവ് ഈ സ്ഥലം അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഈ ആക്രമണം തടയാൻ ബുദ്ധിമുട്ടിലായി പോയ നമ്മുടെ ഒമാൻ സുൽത്താൻ നേരെ ദുബായിൽ അന്നത്തെ ഭരണാധികാരികളെ വിളിച്ച് സഹായത്തിന് അപേക്ഷിച്ചു. പിന്നീട് ഈ സ്ഥലം ദുബായിയുടെ പേരിൽ എഴുതി കൊടുത്തു. അതേസമയം ബുറൈമി എന്നുള്ള രാജാവ് ഇതിൻ്റെ അടുത്തുള്ള മസ്ബൂത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അധികാരം ഉറപ്പിച്ചു. അവരും കാലക്രമേണ ആ സ്ഥലം അജ്മാൻ എമിറേറ്റിന് കൈമാറി.
ഇപ്പോൾ ഹത്തയ്ക്ക് ചുറ്റും അജ്മാൻ എമിറേറ്റും റാസ് അൽ ഖൈമ എമിറേറ്റും ഒരു വശത്ത് ഒമാനുമാണ്. അതായത് ദുബായിയുടെ ഭാഗമാണെങ്കിലും ഇത് മറ്റുള്ള എമിറേറ്റുകളാലും രാജ്യത്താലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എക്സ്ക്ലേവാണ് ഹത്ത. ഈ എക്സ്ക്ലേവും എൻക്ലേവും എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രദേശത്തിന് ചുറ്റുവട്ടത്ത് 3-4 എക്സ്ക്ലേവുകളും എൻക്ലേവുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹത്ത കാണാമെന്ന് മാത്രമല്ല ഹത്തയിലെ ഡാം വിസിറ്റ് ചെയ്യുക, അവിടെ നമ്മൾ കയാക്കിങ് ചെയ്യുക എന്നൊക്കെയാണ്. പിന്നെ ആ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹത്ത സിറ്റിയിലേക്ക് എത്തി. ഹത്ത സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജാർ മലനിരകൾക്ക് താഴ്വരയിലുള്ള ഒരു സുന്ദരമായൊരു പ്രദേശമാണ്. ഇവിടെ നിരവധി ഈന്തപ്പനത്തോട്ടങ്ങളും മരുപ്പച്ചകളൊക്കെ കാണാം നിങ്ങൾക്ക്. പ്രധാനമായും കൃഷി തന്നെയാണ് ഈ പ്രദേശത്തിൻ്റെ വരുമാന മാർഗം. ദുബായ് ഒമാൻ റോഡിലെ മെയിനായിട്ടുള്ള ബോർഡർ ക്രോസിംഗ് ആണ് കേട്ടോ ഹത്ത. മറ്റൊരു ബോർഡർ ക്രോസിംഗ് ഉള്ളത് അലൈനിലാണ്. അതാണെങ്കിൽ അബുദാബി എമിറേറ്റിൻ്റെ കീഴിലും. അപ്പോൾ നമ്മുടെ യാത്ര ഹത്ത സിറ്റി കൂടെയാണ് കേട്ടോ. ഹത്ത സിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഒരു ചെറിയ സിറ്റിയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ആദ്യത്തെ ഒരു റൗണ്ട് ബോർഡാണ്, പ്രധാന റൗണ്ട് ബോർഡാണ്. കോട്ടയൊക്കെ പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് റൗണ്ട് ബോർഡിന് നടുക്ക്. ഹത്തയിലെത്തിയ ഞങ്ങൾ ആദ്യം കണ്ട ഹത്ത സൂക്കിൽ തന്നെ കയറി. ഇപ്പോൾ അടുത്ത് തുറന്നിട്ടുള്ള പുതിയ ആകർഷണമാണ് കേട്ടോ ഹത്ത സൂക്ക്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തില്ല, കുറച്ച് അടിപൊളി ഫോട്ടോ സ്റ്റിൽസൊക്കെ എടുത്തു. അവിടെ നിന്ന് കാണുന്ന മൗണ്ടൻസിൻ്റെയും അതുപോലെ കോട്ടയുടെയൊക്കെ ഫോട്ടോസൊക്കെ ഞങ്ങൾ ക്യാമറയിലാക്കി. അവിടെ നിന്ന് നേരെ ഹെറിറ്റേജ് വില്ലേജിനടുത്തുള്ള ഹത്ത ട്രയൽസിൻ്റെ അടുത്തെത്തിയിട്ടോ. ഹത്ത മുഴുവൻ നടന്നോ അല്ലെങ്കിൽ സൈക്കിളിൽ പോയി കാണാനുള്ള വഴികളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വഴി കൂടെ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഹത്ത ഫലാജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. നേരെ മുന്നിൽ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലമാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് ഹത്ത കാണാൻ വരുന്നവർക്ക് ഇതൊരു നല്ലൊരു അനുഗ്രഹമാണ്. ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. കൂടാതെ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃഷിത്തോട്ടങ്ങളൊക്കെയാണ്. എൻ്റെ കൂട്ടുകാർ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തകർത്ത് മറിക്കുന്നു. നമ്മളാദ്യം കാണാൻ പോകുന്നത് ഹത്ത ഫലാജാണ്. അതിനൂതനമായ പൗരാണിക ജലസേചന സംവിധാനമാണ് ഫലാജ് എന്ന അറബി വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മലകൾക്കടിയിലുള്ള ജലത്തിൻ്റെ ഉറവ കണ്ടെത്തി ഒരു തുരങ്കത്തിലൂടെ അത് വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഫലാജ് സിസ്റ്റം. ലോകത്ത് ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്കിത് കാണാൻ പറ്റും. ചൈനയിലും ഒമാനിലും അതുപോലെ നമ്മുടെ ഇന്ത്യയിലും ഈ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ കാസർഗോഡുള്ള ഒരു കുഞ്ഞമ്പുചാട്ടൻ ഒറ്റയ്ക്ക് തുരങ്കം നിർമ്മിച്ച് ജലത്തിൻ്റെ സോഴ്സ് കണ്ടെത്തുന്ന വീഡിയോകളും വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. അതും ഈ ഫലാജ് സിസ്റ്റം തന്നെയാണ്. കഥ പറഞ്ഞ് നമ്മളിത് വഴി കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു മരത്തിൻ്റെ കീഴിലെത്തി. ആ മരത്തിൽ നിറച്ച് കിളിക്കൂടുകളാണ്. ഇവിടെ കാണപ്പെടുന്ന ഡയമണ്ടോ എന്ന് പറഞ്ഞ കിളിയുടെയൊക്കെ കൂടുകളാണ് ഇതൊക്കെ. നല്ല രസമാണ്. ഇതിൻ്റെ താഴെ നിൽക്കുമ്പോൾ ഇങ്ങനെ കിളികളുടെ പാട്ടൊക്കെ കേട്ട് രസിച്ചിരിക്കാം. ഒപ്പം എന്തെങ്കിലും ഡ്രോപ്പിങ്സ് വീഴുന്നുള്ള പേടിയുള്ളതുകൊണ്ട് അതിൻ്റെ താഴത്ത് വേഗം ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, അതാണൊരു തോട്ടാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ പച്ച പതിച്ച് കിടക്കുന്ന കാണുമ്പോൾ എന്ത് രസമല്ലേ, കണ്ണിന് നല്ലൊരു കുളിർമ. അങ്ങനെ നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങാണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തി. നേരെ മുന്നിലാണ് ലക്ഷ്യസ്ഥാനം. അതിന് മുന്നേ നമ്മുടെ ഇടതുവശത്ത് ഒരു പള്ളിയൊക്കെ ഉണ്ട്. പള്ളിയോട് ചേർന്നിട്ടൊരു ഇമാം ഹൗസൊക്കെ ഉണ്ട്. ഇതും സ്റ്റോൺ ഹൗസാണ്. നോക്കിയാൽ നല്ല രസമുണ്ടല്ലോ, ഇത് ഇങ്ങനെ സ്റ്റോണൊക്കെ ഉണ്ട് ഇങ്ങനെ പണിതിട്ടുള്ളത് കാണുമ്പോൾ. അപ്പോൾ അതായത് മുന്നിൽ ഇങ്ങനെ മതിൽ കെട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഹത്ത ഫലാജ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൻ്റെ എൻട്രൻസ്. ഹത്ത ഫലാജിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. മുന്നിൽ കാണുന്ന ഒരു കുന്നുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ നിന്നാണ് കേട്ടോ ഈ വെള്ളം വരുന്നത്. ഹത്ത ഫലാജിൻ്റെ കൂടുതൽ വിവരങ്ങളും കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മടിച്ചു നിൽക്കണ്ട, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും മാസ്സലാമ.